45 അധ്യായം അതിൻ്റെ 1 മുതൽ 19 വരെയുള്ളതായ വേദവാക്യങ്ങൾ. യോശിയാവിൻ്റെ മകനായ യഹൂദ രാജാവായ യഹോയാക്കീമിൻ്റെ കാലത്ത് യിരെമ്യാവിന് യഹോവയിൽ നിന്നുണ്ടായ അരുളപ്പാടെന്തെന്നാൽ, നീ രഖാബ്യാഗൃഹത്തിൻ്റെ അടുക്കൽ ചെന്ന് അവരോട് സംസാരിച്ച് അവരെ യഹോവയുടെ ആലയത്തിൻ്റെ ഒരു മുറിയിൽ കൊണ്ടുവന്ന് അവർക്ക് വീഞ്ഞു കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ഞാൻ അബസിന്യാവിൻ്റെ മകനായ യിരെമ്യാവിൻ്റെ മകൻ യയസിന്യാവെയും അവൻ്റെ സഹോദരന്മാരെയും അവൻ്റെ സകല പുത്രന്മാരെയും രേഖാബ്യാഗ്രഹം മുഴുവനെയും കൂട്ടി യഹോവയുടെ ആലയത്തിൽ പ്രഭുക്കന്മാരുടെ മുറിക്കരികെ ശല്ലൂമിൻ്റെ മകനായ വാതിൽ കാവൽക്കാരൻ മയസയാവിൻ്റെ മുറിക്കുമീതെ ഇഗ്ദല്യാവിൻ്റെയും മകനും ദൈവപുരുഷനുമായ ഹാനാൻ്റെ പുത്രന്മാരുടെ മുറിയിൽ കൊണ്ടുവന്നു. പിന്നെ ഞാൻ രേഖാബ്യാഗ്രഹക്കാരുടെ മുമ്പിൽ വീഞ്ഞു നിറച്ച് കുടങ്ങളും പാനപാത്രങ്ങളും വെച്ച് അവരോട് വീഞ്ഞു കുടിപ്പിൻ എന്നു പറഞ്ഞു. അതിന് അവർ പറഞ്ഞത്, ഞങ്ങൾ വീഞ്ഞു കുടിക്കുകയില്ല. രഖാബിൻ്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട്, നിങ്ങൾ ചെന്നു പാർക്കുന്ന ദേശത്ത് ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിന് നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്, വീടു പണിയരുത്, വിത്തു വിതയ്ക്കരുത്, മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത്, ഈ വക ഒന്നും നിങ്ങൾക്കുണ്ടാകുകയും വരുത്. നിങ്ങൾ ജീവപര്യന്തം കൂടാരങ്ങളിൽ പാർക്കണം എന്നിങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങളും ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും ഞങ്ങളുടെ ജീവകാലത്തൊരിക്കലും വീഞ്ഞു കുടിക്കുകയോ പാർപ്പാൻ വീട് പണിയുകയോ ചെയ്യാതെ രഖാബിൻ്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ച സകലത്തിലും അവൻ്റെ വാക്ക് കേട്ടനുസരിച്ചു വരുന്നു. ഞങ്ങൾക്ക് മുന്തിരിത്തോട്ടവും വയലും വിത്തുമില്ല. ഞങ്ങൾ കൂടാരങ്ങളിൽ പാർത്തു. ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെയൊക്കെയും അനുസരിച്ച് നടക്കുന്നു. എന്നാൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ദേശത്തെ ആക്രമിച്ചപ്പോൾ ഞങ്ങൾ, വരുവീൻ, കൽദയരുടെ സൈന്യത്തിൻ്റെയും അരാമ്യരുടെ സൈന്യത്തിൻ്റെയും മുമ്പിൽ നിന്ന് നമുക്ക് യെരൂശലേമിലേക്ക് പോയി കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ യെരൂശലേമിൽ പാർത്തു വരുന്നു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടായതെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ ചെന്ന് യഹൂദാപുരുഷന്മാരോടും യെരൂശലേം നിവാസികളോടും പറയേണ്ടത്, എൻ്റെ വചനങ്ങളെ അനുസരിക്കേണ്ടതിന് നിങ്ങൾ പ്രബോധനം കൈക്കൊള്ളുന്നില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. രഖാബിൻ്റെ മകനായ യോനാദാബ് തൻ്റെ പുത്രന്മാരോട് വീഞ്ഞു കുടിക്കരുതെന്ന് കൽപ്പിച്ചു. അവർ നിവർത്തിക്കുന്നു. അവർ പിതാവിൻ്റെ കൽപ്പന പ്രമാണിച്ച് ഇന്നുവരെ കുടിക്കാതെ ഇരിക്കുന്നു. എന്നാൽ ഞാൻ ഇടവിടാതെ നിങ്ങളോട് സംസാരിച്ചിട്ടും നിങ്ങൾ എന്നെ അനുസരിച്ചിട്ടില്ല. നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് നിങ്ങളുടെ പ്രവൃത്തികളെ നന്നാക്കുവിൻ. അന്യദേവന്മാരോട് ചേർന്ന് അവരെ സേവിക്കരുത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും തന്ന ദേശത്ത് നിങ്ങൾ വസിക്കുമെന്നിങ്ങനെ പ്രവാചകന്മാരായ എൻ്റെ സകലദാസന്മാരെയും ഞാൻ ഇടവിടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ചു പറയിച്ചിട്ടും നിങ്ങൾ ചെവി ചായ്ക്കുകയോ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയോ ചെയ്തിട്ടില്ല. രേഖാബിൻ്റെ മകനായ യോനാദാബിൻ്റെ പുത്രന്മാർ അവരുടെ പിതാവ് കൽപ്പിച്ച കൽപ്പന പ്രമാണിച്ചിരിക്കുന്നു. ഈ ജനമോ എൻ്റെ വാക്ക് കേട്ടനുസരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ പറഞ്ഞിട്ടും അവർ കേൾക്കുകയോ വിളിച്ചിട്ടും അവർ ഉത്തരം പറയുകയോ ചെയ്യായക കൊണ്ട് ഞാൻ യഹൂദയുടെ മേലും യെരൂശലേമിലെ സകല നിവാസികളുടെ മേലും ഞാൻ അവർക്ക് വിധിച്ചിരിക്കുന്ന അനർത്ഥമൊക്കെയും വരുത്തും. പിന്നെ യിരെമ്യാവ് രഖാബഗ്രഹത്തോട് പറഞ്ഞത്, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ പിതാവായ യോനാദാബിൻ്റെ കൽപ്പന പ്രമാണിച്ച് അവൻ്റെ ആജ്ഞയൊക്കെയും അനുസരിച്ച് അവൻ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തിരിക്കൊണ്ട് എൻ്റെ മുമ്പാകെ നിൽപ്പാൻ രഖാബിൻ്റെ മകനായ യോനാദാബിന് ഒരു പുരുഷൻ ഒരിക്കലുമില്ലാതെ വരികയില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു.